നമ്മുടെ 7ാമത്തെ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലീൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ സീക്യുവിൻ്റെ അച്ഛൻ വരികയാണ്. അദ്ദേഹം അവിടെ ഇങ്ങനെ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ വരാൻ പറയണം, ഞാൻ അവനെ നന്നായിട്ട് നോക്കിക്കോളാം, അവനെ ഞാൻ എൻ്റെ കൂടെ അബ്രോഡ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നല്ല വിദ്യാഭ്യാസം ഞാൻ അവനക്ക് കൊടുത്തോളാം, നിങ്ങൾ അവനെ എൻ്റെ കൂടെ വിടണം എന്നൊക്കെ അയാൾ പറയുമ്പോൾ, ഞാൻ എൻ്റെ കുട്ടികളെയും കുടുംബത്തെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല, ഞാനൊരു ചെറിയ റെസ്റ്റോറൻ്റാണ് നടത്തുന്നത് എങ്കിലും ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തുഷ്ടമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്നേ വരെ എൻ്റെ കുട്ടികളോട് ഒരു കാര്യത്തിനും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ നിർബന്ധിക്കാറില്ല. മാത്രമല്ല, സീക്ക് ഇപ്പോൾ മെച്ചേർഡാണ്, അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പക്വത അവനക്കുണ്ട് എന്നൊക്കെ ലീ പറയുമ്പോൾ സീക്കിൻ്റെ അച്ഛൻ പറയാണ്, നിങ്ങളുടെ കൂടെ അവൻ നിന്നാൽ അവനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം, $1 മില്യൺ വരെ ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊക്കെ അയാൾ ഓഫർ ചെയ്യുമ്പോൾ നമ്മുടെ ലീക്ക് നന്നായി ദേഷ്യം വരും. അപ്പോൾ തന്നെ നമ്മുടെ ലീ അയാളെ ആ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്താക്കിയാണ് വാതിലടക്കുകയാണ്. അപ്പോൾ അയാളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് പുറത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നേരത്താണ് അവിടേക്ക് നമ്മുടെ ലീൻ്റെ അമ്മ, അതായത് നമ്മുടെ ജിയാൻ്റെ മുത്തശ്ശി വരുന്നത്. അപ്പോൾ മുത്തശ്ശി, നിങ്ങളാരാ, നിങ്ങളെന്തെങ്കിലും ഇവിടെ പുറത്ത് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയാം, ഞാൻ സീക്കുവിൻ്റെ അച്ഛനാണ്, ഞാൻ എൻ്റെ മകനെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ, നീ അവൻ്റെ അച്ഛനായിരുന്നു അല്ലേ, നീയൊക്കെ ഒരു അച്ഛൻ തന്നെയാണ്, അവിടെ സ്വന്തം മകനെ ഉപേക്ഷിച്ചിട്ട് ആ സുഹൃത്തിനൊന്ന് വലുതായപ്പോൾ ഇപ്പോൾ അവനെ തേടി വന്നു, ഈ മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിൻ്റെ തലയിൽ കൂടെ ഞാൻ ചൂടുവെള്ളം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുത്തശ്ശി അയാളോട് ദേഷ്യപ്പെടുമ്പോൾ അയാൾ അവിടുന്ന് പേടിച്ച് ഓടുകയാണ്. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിയാന് ഒരു കഫേയിൽ ഇരുന്നിട്ട് എന്തോ കാര്യമായിട്ട് ഡ്രോയിങ് ചെയ്യായിരുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് മിങ്കു ആകെ ക്ഷീണിച്ച് കൊയങ്ങി അങ്ങനെ അവളുടെ അടുത്ത് വന്ന് അവളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ജിയാൻ ചോദിച്ചുകൊണ്ട്, നീ എന്താ ഈ നേരത്തെ ഇവിടെ, നീ ആകെ ക്ഷീണിച്ചിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാം, ഞാൻ സ്കൂളിൽ ഹോംവർക്കും അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ആകെ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ട് ജിയാനോട് ഇങ്ങനെ പറയുകയാണ്. മിങ്കു ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ ചേട്ടന്മാരൊക്കെ ഇവിടെ, സിയാവൊന്നും വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണില്ല, സിയാവൊക്കെ എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പയറിലാണ്, അവനതിന് പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നൊക്കെ പറയാം. സീക്ക് എന്ത് അവനും അവൻ്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നമൊക്കെ മാറുമെന്ന് ചോദിക്കുമ്പോൾ അവൾ അതൊക്കെ മാറി വന്നിട്ട്, പിന്നെ അതിലെ രസം ഇന്നലെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, എന്നിട്ട് അയാൾ എൻ്റെ അച്ഛനോട് സീക്കിനെ തരാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ അയാൾ അവിടുന്ന് കെട്ടോട്ട് അടിച്ചു, എന്നിട്ട് എൻ്റെ മുത്തശ്ശി ചൂടുവെള്ളമൊക്കെ എടുത്ത് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അവിടുന്ന് പേടിച്ച് പോയി, ഇനി അങ്ങോട്ട് വരില്ല എന്നൊക്കെ ജിയാൻ ഭയങ്കര സന്തോഷത്തോടെ പറയാണ്. അത് ഏതായാലും നന്നായി എന്ന് നമ്മളെ മിങ്കും പറയുന്നുണ്ട്. പിന്നെ ജിയാൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്തിനാണ് ശരിക്കും വന്നത്, എന്നെ കാണാൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, ശരിക്കും അതിനല്ല വന്നത്, ഞാൻ എന്നോട് കാര്യം പറയാൻ വന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ ആ പുതിയ പെൺകുട്ടി ഉണ്ടല്ലോ സെന്ന്, അവൾക്കൊരു നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിസ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, അപ്പോൾ നീ എൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ ജിയാൻ പറയുന്നുണ്ട്, ഞാൻ വരുന്നൊന്നുമല്ല, അവൾ എന്തായാലും എത്ര ദിവസം വെറുതെ ക്ലാസ് ലീവാക്കിയിട്ട് പിന്നീട് അവൾക്ക് നമ്മൾ പോയി നോട്ട് കൊടുക്കുക, അതൊന്നും വേണ്ടട്ടോ എന്നൊക്കെ ജിയാനും മടിച്ചിരുന്ന് പറയുമ്പോൾ മിങ്കി അവൾ അവിടുന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുകയാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ ജിയാനും മിങ്കിയും കൂടെ ഒരു വലിയൊരു വീടിൻ്റെ മുമ്പിലായിട്ട് ഇങ്ങനെ തലയിൽ ജിയാൻ്റെ ഡ്രോയിങ് പേഡും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഇടയിൽ ജിയാനും മിങ്കിയും കൂടി അവളങ്ങനെ നന്നായിട്ട് പ്രാകുന്നുണ്ട്, എന്താണ് ഇവിടെ വരാത്തത്, നമ്മളെ രണ്ടുപേരെയും വെയിലത്ത് ഇരുത്തിയിട്ട് അവൾ ഇത് എന്ത് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് നമ്മുടെ സെന്നി വരുന്നത്, താങ്ക് യു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിന് എന്തായാലും നന്ദി, ഞാൻ ബെയ്ജിങ്ങിലേക്ക് ഒരു ഓഡീഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യായിരുന്നു, അതാണ് ഞാൻ ലേറ്റ് ആയതെന്ന് പറയുമ്പോൾ മിങ്കി പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ അരമണിക്കൂറായി വെയിറ്റ് ചെയ്ത് നിൽക്കുക, എനിക്ക് നിന്റെ ഗാർഡ്സിനോടെയും പറഞ്ഞുകൂടെ ഞങ്ങളൊന്ന് അകത്തേക്ക് കയറ്റി വിടാൻ, ഒന്ന് ഞങ്ങൾ രണ്ടുപേരും ഈ വെയിലത്ത് നിന്ന് വാടിയിരിക്കണു എന്നൊക്കെ ഇങ്ങനെ മിങ്കി പറയുമ്പോൾ അവൾ, സോറി, ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് നേരെ വല്ല അക്രമവും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഗാർഡ്സിനെ നിർത്തിയിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്നൊന്നും പുറത്തുനിന്ന് വരുന്ന ഒരാളെ ഗാർഡ്സ് അകത്തേക്ക് കയറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ, എന്നാൽ നിങ്ങൾ എൻ്റെ നോട്ട് തിന്നിട്ട് നിങ്ങൾ പോയിക്കോളൂ, എനിക്കിത് കിട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ നോക്കാൻ എന്നൊക്കെ അവൾ പറയുമ്പോൾ, അങ്ങനെ ഇപ്പം ഞങ്ങൾ അരമണിക്കൂർ ഇവിടെ നിർത്തിയിട്ട് നീ ഞങ്ങളെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കേണ്ട, ഞാൻ എന്തായാലും എനിക്ക് നോട്ട് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിങ്കി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ചെയ്യാൻ ഞാനും വരുന്നുണ്ടാകാനൊക്കെയാണ് ആദ്യം മുമ്പ് നടന്നിട്ട് പിന്നെ അവളൊന്ന് ചേർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നീ എന്തായാലും തോറ്റു വരൂ, നോക്കുന്നതിന് നിനക്കൊരു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോവുകയാണ്. അപ്പോൾ സെൻ പറയണേ, എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഒരു വൃത്തികെട്ട നോട്ട്സ് പറഞ്ഞിട്ട് അവളുടെ റൂമിലോട്ട് കയറി പോവാണ്. പിന്നീട് നമ്മുടെ ജിയാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളുടെ റെസ്റ്റോറൻറ്റ് കയറുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കയറി നോക്കുമ്പോൾ അവിടുത്തെ വാതിൽ ലോക്ക് ആയിക്കരാം.
എന്ത് ഈ നേരത്തെ റെസ്റ്റോറൻറ്റൊക്കെ അടിച്ചിട്ട് അച്ഛൻ ഇത് എവിടേക്കായി പോയതെന്ന് വിചാരിച്ചിട്ട് അവൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. വീടിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് അച്ഛനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരും റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് അങ്ങനെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ നേരത്തെ റെസ്റ്റോറൻറ്റൊക്കെ അടിച്ചത്, എന്താ ആരും മിണ്ടാത്തെന്നൊക്കെ വിചാരിച്ച് അവൾ എല്ലാ റൂമിലും പോയി നോക്കുന്നുണ്ട്. എല്ലാവരും പേരൊക്കെ വിളിച്ച് അങ്ങനെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ആരും റിപ്ലൈ ഒന്നും തരാത്തതുകൊണ്ട് അവൾ ഫോൺ എടുത്തിട്ട് അവളുടെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ, നിങ്ങളിത് എവിടെയാണ് നേരത്തെ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടിയിട്ട് എവിടെയൊക്കെ പോയതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ മോളെ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് അയാൾക്ക് ഫുഡ് പോയിസൺ ഉണ്ട്. അപ്പോൾ അയാളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. നീ എന്തായാലും അവിടെ നിൽക്ക്, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജിയാൻ ഇങ്ങനെ കാര്യമായിട്ട് പാചകം ചെയ്യുന്ന നൂഡിൽസാണ് തോന്നുന്നു. അപ്പോൾ അവളിങ്ങനെ പാചകം ചെയ്യുന്ന ഇടയിൽ ഡോർ ലോക്ക് തുറക്കണ ശബ്ദം കേട്ടിട്ട് അവൾ, ആ അച്ഛൻ നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞിട്ട് അവൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 3 പേരും ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ കാര്യം, എന്താ പ്രശ്നം, ആർക്കും നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയിസൺ വന്നത് ഇങ്ങനെ നിർത്താതെ ചോദിക്കുകയാണ്. അപ്പോൾ ലീ പറയുന്നുണ്ട്, മോൾ നീ പതുക്കെ ആക്കും പോലെ പറഞ്ഞ് നീ ഒന്നാകെ ചോദിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിയാവ് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടോ, എന്നാലും കരിഞ്ഞ സ്മെല്ല് വരുന്നു. അപ്പോൾ അവൾ പറയാൻ, അയ്യോ എൻ്റെ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് അവൾ കിച്ചണിൽ പോയിട്ട് അവൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഇവരുടെ അടുത്തേക്ക് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ലീ പറയുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് നമുക്കറിയില്ല, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ആരും ഫുഡ് കഴിച്ചിട്ട് അയാൾക്ക് ഫുഡ് പോയിസൺ വന്നതാണ് എന്നൊക്കെ ലീ പറയുമ്പോൾ ജിയാൻ പറയുന്നുണ്ട്, നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടാണല്ലോ, പിന്നെ എന്ത് പറ്റി അയാൾക്ക് ഫുഡ് പോയിസൺ വരാനെന്നൊക്കെ ജിയാൻ പറയുമ്പോൾ ലീ പറയുന്നുണ്ട്, വരാനുള്ളത് എന്തായാലും വന്നില്ലേ, ഇപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടിയല്ലോ, ഇനിയിപ്പോൾ നമ്മളത് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ജിയാൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റ് പൂട്ടിയോ, അപ്പം ഇനി നമ്മൾ എന്തോ ചെയ്യുക അച്ഛന്ന് അവിടെ ചോദിക്കുമ്പോൾ, അതൊന്നും സാരില്ല മോളെ, ഞാൻ എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാൻ പോട്ടെ, നീ ഉണ്ടാക്കിയത് കരിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പം നമ്മുടെ ജിയാൻ, ഞാനും ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ പോകാൻ നിൽക്കുമ്പോൾ സിയാവ്, നീ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, നീ ഞങ്ങളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവരൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മുടെ ജിയാനെ അവർ ഐസ് ബോക്സിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്, കൊതി ഉറക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ അതിൻ്റെ ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഏതെടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്ട് ഒരു ഐസ് പാക്കറ്റ് എടുത്തിട്ട് അതിങ്ങനെ പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആരോ ഒരാൾ വന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് ആ പാക്കറ്റ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് എന്താ ബോക്സിലിടണം. അത് നമ്മുടെ സിയാവോ ആയിരുന്നു. എന്നിട്ട് അവൻ അതിൽ നിന്ന് ചെറിയൊരു ഐസ് എടുത്തിട്ട് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കഴിച്ചാൽ മതി, കുട്ടികളൊന്നും ഇപ്പോൾ വലിയ ഐസ്ക്രീം ഒന്നും കഴിക്കണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയണം, നീ എപ്പോഴും എന്ത് എന്നെ കുട്ടി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കുട്ടിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ സിയാവോ പറയണം, അത് ശരി, നീ കുട്ടിയൊന്നുമല്ല, നിനക്ക് വരുന്ന ജൂലൈക്ക് 18 വയസ്സ് തിരിയും, അതിനുശേഷം നീ വലിയ കുട്ടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സിയാവ് അടുത്ത് പോവുകയാണ്. അവൾ എന്നൊക്കെ പറഞ്ഞ് മൂളിയിട്ട് അവൻ്റെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് സിയാവ് ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് ആ കൗണ്ടറിൽ പോയിട്ട് പൈസ എടുക്കാൻ നിൽക്കുക. അപ്പോൾ അവൻ്റെ പിറകിലായിട്ട് വന്ന് നമ്മുടെ ജിയാന് ഇവനെ തല്ലാൻ വേണ്ടിയിട്ട് ഓരോ ആക്ഷനൊക്കെ കാണിക്കട്ടെ, അവനോട് ദേഷ്യം ആക്ഷൻ കാട്ടിച്ച് ഇങ്ങനെ തീർക്കുകയാണ്. അപ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ നിന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവന് പൈസ കൊടുക്കുമ്പോൾ ഇവള് അവിടെ റാക്കിലുണ്ടായിരുന്നു കുറച്ച് പൊരിയാളൊക്കെ എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ സിക്ക് ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ട് ഭയങ്കര സാഡായിട്ട് അടുത്തേക്ക് ബില്ലടക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇവൻ്റെ മുഖം ഇങ്ങനെ കണ്ടിട്ട് ജിയാനും സിയാവും കൂടി പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജിയാനും സിയാവും കൂടി ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സീക്ക് ഇങ്ങനെ സൈലൻ്റായിട്ട് അവരുടെ രണ്ടുപേരുടെയും പിറകിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ മൂഡ് ഓഫ് കണ്ടിട്ട് നമ്മുടെ ജിയാനെ അവൾ വായിൽ ഒരു ഐസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഐസ് ഇവൻ്റെ നീട്ടിട്ട് എനിക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണ്ടേ, എനിക്കൊന്നും വേണ്ട, നിൻ്റെ ഉമ്മിനീൻ്റെ ഐസ്ക്രീം നീ തന്നെ കഴിച്ചോ എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ഭയങ്കര മൂഡ് ഓഫായി നിൽക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അച്ഛൻ്റെ റെസ്റ്റോറൻറ്റ് പൂട്ടിയതിന് ഭയങ്കര സങ്കടമുണ്ട്, അച്ഛൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ സീക്ക് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ അങ്ങനെ നടന്നു വരികയാണ്. പിന്നീട് അടുത്ത ദിവസം നമ്മുടെ സീക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അച്ഛനുണ്ടല്ലോ, അയാൾ വന്നിട്ട് അവിടെ അവൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ടേബിളൊക്കെ തോന്നുന്നുണ്ട്, ആളൊരു വൃത്തിയുടെ അസുഖമുള്ള ആളാണ് തോന്നുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ വന്നിട്ട് ഒരുപാട് നേരമായോ, നീ ഇതുവരെയൊക്കെ ഒന്നും ഓർഡർ ചെയ്യാത്ത, ഞാൻ എൻ്റെ വകയായിട്ട് എനിക്ക് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റ് പൂട്ടിച്ചത്, നിങ്ങൾ കാരണം ഞങ്ങൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ എന്താ മോനെ എങ്ങനെയൊക്കെ പറയുന്നത്, നിൻ്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന്, ഞാൻ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ അയാൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നിങ്ങളതാ പിന്നെ ആരാ ഇത് ചെയ്യുക, എൻ്റെ അച്ഛനൊരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാവിലെ 7 മണിക്ക് നെയ്ച്ചിട്ട് അവിടെ പണി തുടങ്ങിയാൽ രാത്രിയാവും കഴിയാൻ, ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളൊക്കെ ഈ നിലയിൽ എത്തിച്ചത് എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ അയാൾ പറയാണ്, നീ എൻ്റെ കൂടെ അബ്രോഡിലേക്ക് വന്ന് നിൻ്റെ എല്ലാ പ്രശ്നവും മാറൂല്ലേ, അപ്പം നിൻ്റെ അച്ഛനെ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് അവനെ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ലീയുടെ കുറേ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ ഇവനോട് പറയണം. അപ്പം അവനെ
കേട്ട് അവനക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ അവൻ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് പൂട്ടിയാലും കുഴപ്പമില്ല, ഞാൻ പാർട്ട് ടൈമായി ജോലി ചെയ്തിട്ട് എൻ്റെ അച്ഛനെയും അവരെയൊക്കെ നന്നായിട്ട് നോക്കുമെന്നൊക്കെ അവൻ പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട് പറയാണ്, ഈ മര്യാദക്ക് എൻ്റെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനേക്കാളും വലുതായിരിക്കും നിങ്ങൾക്ക് വരിക എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ സീക്കും അയാളെങ്ങനെ ഗ്ലാസ്സിന് പുറത്തു കൂടെ ഞാൻ നോക്കുമ്പോൾ അയാൾ ഇങ്ങനെ നോക്കി ഒരു കണ്ണശ്ശേരി ചിരിച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് നമ്മുടെ ലീ മദ്യപിച്ച് ടി വി കണ്ട് അങ്ങനെ ടി വിയിലത്തെ ഒരു സീനെ കണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ലിങ് വന്നിട്ട് നീ നല്ല വെള്ളടിയാണല്ലോ, എന്തു പറ്റിയെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ലീ പറയുന്നുള്ളൂ, ഞാൻ ഇത്രയും ദിവസം ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, ഇപ്പോഴാണ് ഞാനും തോന്നിയത്, അപ്പോൾ ഞാനൊന്ന് റിലാക്സോടെ ഒന്ന് ഇരുന്ന് എന്നിട്ടൊന്ന് വെള്ളം അടിക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ലിങ് ഒരു ചെറിയ ക്ലാസ് എടുത്തിട്ട് ലിങ്ങും ഇയാൾക്ക് കമ്പനി കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ലീ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ആ പഴയ റെസ്റ്റോറൻറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി പുതിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കണം. ആ മുമ്പത്തെ വാതിലൊന്നും ശരിയല്ല, അവിടെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിൽ കുറച്ച് വലുപ്പത്തിലൊരു പുതിയ റെസ്റ്റോറൻറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതിന് കുറച്ച് പൈസ ഒക്കെ ആവശ്യം വരും, എന്നാലും സാറില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തന്നെ ലീ പറയുമ്പോഴേയും പറയണം, അതും ശരിയാണ്, നമ്മുടെ മുമ്പത്തെ വാതിൽ വലിയ രസമൊന്നുമില്ല, ഭയങ്കര ബോറാണ്, നമുക്ക് മാറ്റിക്കാണ്ട് നമുക്ക് പുതിയത് ഉണ്ടാക്കാം, ഞാൻ കുറച്ച് പൈസ ഞാൻ എന്തായാലും നിനക്ക് തരാം, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടല്ലോ എന്നൊക്കെ ഇല്ലെങ്കിൽ പറയുമ്പോൾ ലീ പറയണേ, ആ പൈസ അവിടുത്തെ നിന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലും അത് എമർജൻസി വന്നാലും ഞാൻ കുറച്ച് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ ലോൺ കിട്ടിയാലേ നമുക്ക് പുതിയ റെസ്റ്റോറൻറ്റ് പണിയാം എന്നൊക്കെ ലീ പറയാം. അത് ശരിയാണ്, നമുക്ക് അങ്ങനെ ലോൺ എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി വെള്ളമടിക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസമായിരിക്കും നമ്മുടെ സീക്കുവിൻ്റെയും സിയാവോയുടെയും ഈ എൻട്രൻസ് എക്സാം. അപ്പോൾ രണ്ടുപേരും കൂടി പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ലീവ് നിന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല, ID കാർഡ് എടുത്തിട്ടില്ല, പിന്നെ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടില്ല എന്നൊക്കെ അയാളോട് ചോദിക്കുമ്പോൾ സിയാവോ പറയാണ്, എൻ്റെ അച്ഛൻ നിങ്ങൾ ടെൻഷനാവും, ഞങ്ങളൊക്കെ തലേന്ന് രാത്രിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്നാലും ഒരു ടെൻഷൻ കിട്ടും. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരാം, എനിക്ക് ഇവിടെ നിന്ന് സമാധാനം കിട്ടില്ല എന്ന് പറയുമ്പോൾ സിയാവോ പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, ഞങ്ങളുടെ കൂടെ ചെയ്യാൻ വരുന്നുണ്ട്, അപ്പം അച്ഛന് വെറുതെ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്നൊക്കെ പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചെയ്യാൻ ഞാൻ റെഡിയായി നമുക്ക് പോകാമല്ലോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വരുമ്പോഴേ ഞാനിപ്പോൾ നിങ്ങളിവിടെ നിൽക്കാനാണ് ലീ കിച്ചണിൽ പോകുമ്പോൾ അവൾ ബ്രദേഴ്സ് നിങ്ങൾ രണ്ടുപേരും ലക്കി കളറായ റെഡ് അണ്ടർവെയർസ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ടുണ്ട്, എവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ സീക്കുവിൻ്റെ ഡ്രസ്സ് പൊന്തിക്കാൻ നോക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം സീക്കും ചെറുതായിട്ടൊന്ന് കാണിച്ചെടുക്കുന്നുണ്ട്. നീ സിയാവോ നീ ഇട്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഞാനും കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അവനും ചെറുതായിട്ടൊന്ന് കാണിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുകയാണ്, അതിൽ ഒരു എക്സാം ഹോളിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് തോന്നുന്നത്, അതൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെയാണ് ഗേറ്റ് കടന്നാൽ ഇങ്ങനെ ഇന്ന ക്ലാസ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞേക്കാണ് അവളിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് അവൾ സേക്കിനോട് ചോദിക്കുകയാണ്, നിനക്ക് എക്സാം പേപ്പർ കിട്ടാൻ നീ ആദ്യം എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാൻ ആദ്യം പേര് എഴുതുന്നതാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻസറുകൾ എഴുതുന്നതാണ്. എടാ പൊട്ട, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യം എക്സാം പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ അതിന് ഒരു കിസ് കൊടുക്കണം, എന്നിട്ട് നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് കണ്ടപ്പോഴേക്കും ചിരി വരുന്നുണ്ട്. അപ്പോൾ ലീവ് വന്നിട്ട് നിങ്ങൾ എക്സാമിന് പോകാൻ നോക്കിക്കോളൂ, ഇപ്പോൾ സമയം വൈക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് അടുത്ത ദിവസം നമ്മുടെ ജിയാനി ക്ലാസ്സിലേക്ക് വരുമ്പോൾ സെന്നുണ്ടല്ലോ ആ ആക്ട്രസ്, ആ പെൺകുട്ടി ചുറ്റും ഇരുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കണം. അവരെന്തോ ആ പെൺകുട്ടി 2000 കുട്ടികളുള്ളൊരു കോമ്പറ്റീഷനിൽ ആ പെൺകുട്ടി 5ാം സ്ഥാനത്താണ്, അതെന്തോ ആണ്. അവിടെ ജിയാനെ ക്ലാസ്സിൽ പോയിട്ട് അവളുടെ സീറ്റിൽ പോയി ഇരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് മിങ്കി വന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ ചേട്ടന്മാരെ എക്സാമൊക്കെ എങ്ങനെയുണ്ട്, നന്നായിട്ട് അവർ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ ജിയാൻ പറയുന്നുണ്ട്, സീക്ക് പറഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ മിങ്കി പറയുന്നുണ്ട്, ആദ്യം ഇതാണ് നന്നായി, അവർ നന്നായിട്ട് എഴുതട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇവരുടെ ക്ലാസ് സാറ് വരികയാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ സാർ ചോദിക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പുതിയ പെൺകുട്ടി ഉണ്ടല്ലോ സെന്നെ, അവൾ പറയാണ്, സാർ ഞാനൊരു കോമ്പറ്റീഷനിൽ കൂടിയിരുന്നു, 2000 കുട്ടികളാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ആ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് 5ാം സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ സാർ എല്ലാവരോടും കൈ കൊട്ടാൻ പറയാണ്. പിന്നീട് നമ്മുടെ മിങ്കിനോട് സാർ ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉണ്ട് ഞാൻ ചെയ്തു സാർ എന്ന് പറയുമ്പോൾ സാർ അവളോട് വായിക്കാൻ പറയണം. അപ്പോൾ അവൾ പറയണം, എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട്
വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സാറിനെ വായിച്ചോളൂ എന്ന് പറയുമ്പോൾ സാറെ വായിക്കുകയാണ്. അവൾ ഒരു അപകടത്തിൽ പെടുമ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് അവളെ രക്ഷിക്കുന്ന കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് നമ്മൾ ജിയാൻ ഇങ്ങനെ ഉറങ്ങാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ അവൾ നല്ല പരിചയമുണ്ട് എന്ന മട്ടിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സീക്കും മിങ്കിയും കൂടെ ഫസ്റ്റ് കണ്ട് മുട്ടുമല്ലോ സീന്, ഒരു സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് നമ്മുടെ മിങ്കിയുവിനെ സീക്ക് രക്ഷിക്കുന്ന സീന്. അപ്പോൾ അതായിരിക്കും നമ്മുടെ മിങ്കു എഴുതിയിട്ടുണ്ടാവുക. എന്നിട്ട് അന്ന് സ്കൂളിൽ വരുമ്പോൾ ജിയാനെ ഇവരോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. അത് നിന്നെ സീക്ക് മാത്രമല്ല രക്ഷിച്ചത്, ഞാനും സിയാവോ കൂടി ഉണ്ടായിരുന്നില്ല നിന്നെ രക്ഷിക്കാം. പിന്നെ നീ എന്ത് ഞങ്ങളുടെ പേര് പറയാനും നീ സീക്കിൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത് എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൾ പറയണേ, നിങ്ങൾ രണ്ടുപേരും ലാസ്റ്റല്ല വരുന്നത്, ഫസ്റ്റ് എന്നെ രക്ഷിച്ചത് സീക്കുമല്ലേ, അത് ഞാൻ അവൻ്റെ പേര് എഴുതി, പിന്നെ നിങ്ങളെ രണ്ടുപേരും എനിക്ക് വലിയ പരിചയമില്ലായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ എല്ലാ സോപ്പ് ഇടുമ്പോൾ ജിയാൻ പറയണം, എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് ക്യാൻഡി വാങ്ങിച്ചു തന്നാൽ ഞാൻ ഈ പ്രശ്നം എന്തോടെ നിർത്താമെന്നൊക്കെ അവൾ പറയുമ്പോൾ ശരി നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുകയാണ്. വീട്ടിൽ കാണിക്കുന്നത് നമ്മുടെ സെന്നുണ്ടല്ലോ പുതിയ പെൺകുട്ടി, ആ പെൺകുട്ടി അവളുടെ അമ്മയും അച്ഛനും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് എൻ്റെ മകൾ എന്തായാലും 5ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തും എന്നൊക്കെ ഇങ്ങനെ അവർ പറയണം. അപ്പോൾ അവൾ ചൊല്ലി ഞാൻ എങ്ങനെ 5ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്താൻ കുറച്ച് റിസ്ക് ഇല്ല എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, മോൾ ടെൻഷൻ ഉണ്ടാവണ്ട, ഇത്രയും കുട്ടികളെ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് ഒതുക്കാൻ പറ്റിയെങ്കിൽ പിന്നെയാണ് ആ 5 കുട്ടികളെ ഒതുക്കാൻ പാട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു മതിലുണ്ട്. മതിലൊരു കമ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ മറച്ച സ്ഥലം, അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ജിയാനും മിങ്കിയും സിയാവോ ജയിക്കും ഒക്കെ കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജിയാനും മിങ്കിയും കൂടി ആ കമ്പിൻ്റെ നേരെ ഇങ്ങനെ ചെവി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സീക്കും ജിയാവും ചോദിക്കുന്നു, നിങ്ങൾ എന്തായി കാണിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നില്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂക്കത്ത് ഇങ്ങനെ വിരൽ വെക്കുകയാണ്. അപ്പോൾ വീണ്ടും എന്നിട്ട് അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സീക്കും സിയാവും കൂടി അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിനെ കാണുമ്പോൾ അത് നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് നിങ്ങൾ അവർ പറഞ്ഞു ഒളിച്ച് കേൾക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവർ മിണ്ടല്ലേ എന്നൊക്കെ തന്നെ ആംഗ്യം കാണിക്കുന്നുണ്ട്. പിന്നീട് മിങ്കും ചെയ്യാൻ കൂടി കൈ കേൾക്കുന്നിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ എന്തൊരു പണിയാണ് അവളാ കാണിച്ചത്, പൈസ കൊടുത്തിട്ടാണ് അവൾ 5ാം സ്ഥാനം വാങ്ങിച്ചത് എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം പറഞ്ഞ ഇടയ്ക്കാണ് അവിടേക്ക് ആ സെന്ന് വരുന്നത്. സെന്ന് വന്നിട്ടാണ് പറയണം, നിങ്ങൾ എന്ത് ഈ ചെയ്തത്, നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ, ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടി പറയുന്നത് നിങ്ങൾ ഒരു ഉളുപ്പില്ലാതെ കേട്ട് നിന്നില്ല, നിങ്ങളൊക്കെ ഇതിനെ അനുഭവിക്കും, നിങ്ങൾ ഈ കാര്യം നിങ്ങൾ പുറത്ത് ആരോടും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല പണിഷ്മെൻറ്റ് വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ജിയാൻ അതിലും വലിയ ദേഷ്യമാണ് വരുന്നത്. ജിയാൻ അവളുടെ നേരെ വന്നിട്ട് പറയണം, പിന്നെ നീ ചെയ്തത് എന്താ വലിയ കാര്യമാണെന്നാണ് നിൻ്റെ വിചാരം, കുറച്ച് പേർക്ക് പൈസ കൊടുത്തിട്ട് 5ാം സ്ഥാനം വാങ്ങിക്കുന്ന ഇത്ര വല്ല കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവളെ അവളെ സെന്നിനെ ഭീഷണിപ്പെടുത്തിട്ട് അതിൽ സെന്നെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അടുത്ത ദിവസം ജിയാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ സെന്നെ നേരത്തെ എത്തിയിട്ടുണ്ടാവട്ടോ. അപ്പോൾ അവളിങ്ങനെ ജിയാൻ ഇങ്ങനെ തുറച്ചിങ്ങനെ നോക്കണം. അപ്പോൾ ജിയാൻ അതേപോലെ ഇങ്ങനെ നോക്കിയാണ് അവളുടെ സീറ്റിൽ പോയി ഇരുന്ന് ബാഗൊക്കെ വെക്കുന്ന സമയത്താണ് അവളുടെ ഡെസ്കിൻ്റെ അടിയിലായിട്ട് ഒരു ബോക്സ് ഇരിക്കുന്നത്. ആ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ക്യാൻഡീസ് ഉണ്ടായിരുന്നു, എൻ്റെ ചോക്ലേറ്റ്. ആ ചോക്ലേറ്റിൻ്റെ ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാവും, നീ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിയാനെ അവളങ്ങനെ നോക്കുമ്പോൾ അവളിങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും, ജിയാനെ നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോൾ ജിയാൻ അതിൽ നിന്ന് ഒരു മിഠായി എടുത്തുകാട് കഴിച്ച് കാണ്ട് ഞാൻ ചുണ്ടിങ്ങനെ ക്രോസ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ആക്ഷൻ കാട്ടും. അപ്പോൾ കണ്ടിട്ട് ആ സെൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റില്ലാണ്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിക്കാണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സീക്കു ലീൻ്റെ ഷോൾഡറൊക്കെ മസാജ് ചെയ്തൊക്കെ കൊടുക്കുകയാണ്. ലീ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പൂട്ടിയതുകൊണ്ട് ഓരോ വീടും ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഓരോ പണിക്കൊക്കെ പോയോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി ശീലമില്ലാത്തതുകൊണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഷോൾഡർ വേദന ആയിരിക്കും. അപ്പോൾ നമ്മുടെ സീക്കു ആയിരിക്കും ഇയാളെ മസാജ് ചെയ്ത് കൊടുക്കലൊക്കെ. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ സീക്കു പറയുന്നുണ്ട്, അച്ഛനിങ്ങനെ കഷ്ടപ്പെടുന്നു വേണ്ട, ഞാൻ പാർട്ട് ടൈം ആയിക്കാണ് എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സീക്കു പറയുന്നുണ്ട്, വേണ്ട നീ അതിനൊന്നും പോകണ്ട, പിന്നെ എൻ്റെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ അതിൽ ജസ്റ്റ് പാസ്സായി എന്നൊക്കെ അവന് പറയുമ്പോൾ നീ നിൻ്റെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോവുകയാണ്. പിന്നീട് നമ്മുടെ ജിയാനെ അവളുടെ റൂമിൽ ഇരുന്ന് കാണാൻ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ടോ. അപ്പോൾ അവളുടെ പിറകിലായിട്ട് നമ്മുടെ സിയാവോയും ഉണ്ട്. അപ്പോൾ ജിയാനെ ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ പോവാടിച്ചിട്ട് ഇങ്ങനെ കോട്ടുവാ ഇടുമ്പോൾ അപ്പം തന്നെ നമ്മുടെ സിയാവോളുടെ തലക്കെട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ ശ്രദ്ധിച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞേക്കണം മൂടിയിട്ട് വീണ്ടും ഇങ്ങനെ എഴുതണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സീക്ക് വന്നിട്ട് ഞാനിന്ന് സ്റ്റോറിൽ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ചോദിക്കുമ്പോൾ ജിയാൻ കുറച്ച് ചിപ്സിൻ്റെ പേര് പറയണം, എനിക്ക് ആ ചിപ്സും പിന്നെ ഐസ്ക്രീം ചോക്ലേറ്റൊക്കെ വേണമെന്നൊക്കെ പറയണം. അപ്പോൾ അവന് സിയാവോടെ നേരെ തിരിഞ്ഞുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊരു വാട്ടർ മെലൺ മതിയാകും. അപ്പോൾ അവന് ജിയാൻ്റെ നേരെ കൈ നീട്ടിയിട്ട് അന്ന് ഞാൻ വാങ്ങിച്ചു
വാങ്ങിച്ചു കൊണ്ടുവരാൻ എനിക്കുള്ള പൈസ കൊണ്ട് പറയുമ്പോൾ അവൾ പിന്നെ തരാമെന്ന് പറയണേ. അപ്പോൾ സിയാവോടെ നേരെ കൈ നീട്ടുമ്പോൾ അവൻ പറയണം നീ ഫാമിലി പാക്കേജ് കൂട്ടിക്കോ പറയണം. അപ്പം തന്നെ എൻ്റെ ടിപ്പെങ്കിലും താന്ന് പറയുമ്പോൾ ജിയാൻ അവളുടെ പേസിൽ നിന്ന് ഒരു 20 രൂപ എടുത്തിട്ട് അവൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിയാവോനോട് ചോദിക്കുമ്പോൾ അത് ജിയാൻ തരുമെന്ന് പറയണം. എന്നിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ജിയാൻ സിയാവോനോട് പറയുന്നുണ്ട്, എടാ എനിക്കിവിടെ ഇരുന്നിട്ട് ഭയങ്കര മടുപ്പ്, നമുക്ക് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സിയാവ് പറയണേ പുറത്തൊന്നും പോകണം, നിനക്ക് നല്ലൊരു കോളേജിൽ ചേരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കണം, നിനക്ക് ആ മാർക്കില്ലല്ലോ അതുകൊണ്ട് ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ജിയാൻ പറയണേ അത് അത്യാവശ്യം 300 മാർക്കാണ് അത്യാവശ്യം വേണ്ടത്, എനിക്കതൊക്കെ ഉണ്ടാക്കാൻ കഴിയും, ഞാനിപ്പോൾ പഠിക്കണില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾ ബോറടിച്ച് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവളെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പേപ്പർ എടുത്തിട്ട് നമ്മുടെ സിയാവ് അങ്ങനെ വായിച്ച് നോക്കുന്നുണ്ട്. അതിലെന്തോ തെറ്റി കണ്ടിട്ട് നമ്മുടെ സിയാവ് അവളുടെ തലക്കെട്ട് ഒരു കൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് അവനോട് പറയണം, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തലക്കെട്ട് ഇങ്ങനെ കൊട്ടരുത് എന്ന്, നീ വരും എന്നെ കെട്ടാനെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ സിയാവ് പറയണം ഞാൻ കെട്ടിക്കോളാം എന്ന് പറയണം. അവൾ എന്ത് നോക്കും. അപ്പോൾ അവൾ നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയണം. അപ്പോൾ അവൾ ഒരുമാതിരി രീതിയിൽ അവനെ നോക്കുകയാണ്, ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ തിരിയിട്ട് ഡെസ്കിൻ്റെ ഭാഗത്തേക്ക്. എന്നിട്ട് വീണ്ടും അവൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ വാങ്ങിച്ചിട്ട് അവളിങ്ങനെ മുമ്പിലോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരുമാതിരി മുഖം കൊണ്ട് ഓരോ കോസ്റ്റ് കാണിക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ സിയാവ് ബാക്കിൽ നിന്നിക്കാണ് ഇങ്ങനെ ചിരിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മുടെ സിയാവിൻ്റെ അച്ഛനുണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റെയർ ഇറങ്ങിക്കാണ് ഇങ്ങനെ ഓടി വരട്ടെ ഇവരുടെ വീട്ടിലേക്ക്. ഇവിടെ വീട്ടിലെ വാതിലൊക്കെ തുറന്നിട്ട് സിയാവ് നീ ഇവിടെ വേഗം വാ, എൻ്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ, എമർജൻസി റൂമിലാണ്, നമുക്ക് വേഗം അങ്ങോട്ട് എത്തണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ജിയാൻ സിയാവിനോട് പറഞ്ഞിട്ട് നീ വേഗം പോയി നോക്കുമെന്ന് പറയുമ്പോൾ സിയാവ് ആനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സിയാവോയും ലിംഗും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ സിയാവിൻ്റെ അങ്കിളും ആൻറ്റിയും കൂടി ഇവൻ്റെ അമ്മയ്ക്ക് വിളിക്കുകയാണ്, നീ എപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ തീരെ സുഖമില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് എന്തായാലും ഇന്ന് വരാൻ പറ്റില്ല, ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇന്നില്ല, എനിക്ക് നാളെ കിട്ടുള്ളൂ എന്നൊക്കെ പറയണം. അവരിപ്പോൾ സിംഗപ്പൂരാണല്ലോ, നാളെ കിട്ടുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ നീ എന്തായാലും നാളെയെങ്കിലും വരാൻ നോക്കുക, അമ്മക്ക് തീരെ വയ്യ. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ സിയാവോയോ അവൻ്റെ അച്ഛനും വന്നിട്ട് എന്താ പ്രശ്നം, അമ്മക്ക് ഇപ്പം എങ്ങനെയാണ് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണം എന്തോ ഹാർട്ട് അറ്റാക്ക് ആണ്, 4ാമത്തെ സ്റ്റേജ് ആണ് എന്തൊക്കെയാണ് അവർ പറയണം. അപ്പോൾ ഇവരൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ജിയാനെ സിയാവോക്ക് വിളിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് പിന്നെ ജിയാന് ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ലീനോടും സീക്കിനോടും പറയുന്നുണ്ട് സിയാവ് ഒന്നും വരുന്നില്ല, അവൻ്റെ മുത്തശ്ശിക്ക് എന്തോ 4ാമത്തെ സ്റ്റേജ് ആണെന്ന് എന്തായാലും വരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറയണം പാവാണ്, എന്തായാലും 60 വയസ്സ് കഴിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് ലീ പറയണമെന്ന് നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ എന്തായാലും ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് ഭക്ഷണം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ജിയാനൊന്ന് സിയാവ് വരാത്തിൻ്റെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ അവളങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ 8ാമത്തെ പാട്ട് കഴിഞ്ഞു.